ഹലോ. അതെ, ഞാൻ പറഞ്ഞിട്ടില്ലേ ഞാനൊരു പാലക്കാരിയാണ്. അപ്പോൾ പാലായിലെ പാല എന്ന് പറയുന്ന ഒരു സ്ഥലം, അതിന്റെ പ്രത്യേകത എന്താന്ന് ഈ വീഡിയോ കേൾക്കുന്ന കുറച്ചൊക്കെ ആൾക്കാർക്ക് അറിയായിരിക്കും. കുറെ മലയും പുഴയും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് പണ്ടൊക്കെ ജീവിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും പറയാൻ വേണ്ടിയിട്ട്. അപ്പൊ അവര് പറയുന്ന വർത്തമാനങ്ങളിലെല്ലാം അവരുടെ ജീവിതാനുഭവങ്ങൾ ഇടകലർത്തിയായിരിക്കും പറയുന്നത്. അത് ഓരോ നാട്ടിലുള്ള ആൾക്കാരും അങ്ങനെയായിരിക്കും. അപ്പൊ എന്റെ കുട്ടിക്കാലത്ത് എനിക്ക് ഈ കഥകളോട് ഭയങ്കര ഇഷ്ടമാണ്. അത് പ്രത്യേകിച്ച് ഈ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കഥകളോട്. അപ്പൊ ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസ് ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾക്ക് കഥകൾ പറഞ്ഞു തരും. കഥകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ നടന്ന, അവർ ഫേസ് ചെയ്തേക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ അതെല്ലാം നമ്മളിങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അത് കുറച്ചൊക്കെ നമുക്ക് തോന്നും ഫിക്ഷൻ ആണോ എന്ന് തോന്നും. പക്ഷെ ചില കാര്യങ്ങളൊക്കെ അതുപോലെ നമുക്കത് ഒപ്പിയെടുക്കാൻ പറ്റും. ഞാനിപ്പോ ആലോചിക്കുമ്പോ ഉണ്ടല്ലോ, അവര് പറയുന്ന കഥകളിലെല്ലാം നെഗറ്റീവ്സ് വളരെ കുറവാണ്. അവര് ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ അവര് പറയുമ്പോഴും അതൊക്കെ അവർ ഓവർകം ചെയ്തേക്കുന്നതിന്റെ ഒരു പവറിന്റെ ബലത്തിലാണ് അവർ പറയുന്നത്. അപ്പോ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെ ഓവർകം ചെയ്യാനുള്ള ഒരു പവർ നമുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ജീവിതത്തില് നമ്മളൊക്കെ തളർന്ന്, അതായത് ജീവിതത്തിന്റെ പല സിറ്റുവേഷൻസിലും, പ്രത്യേകിച്ച് ഈ പുറത്തൊക്കെ ജീവിക്കുമ്പോൾ ഒരുപാട് നമ്മൾ തനിച്ചാകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. ആ സമയത്തൊക്കെ എന്നെ പിടിച്ചു നിർത്തിയിരുന്നത് എനിക്ക് ചാച്ചന്മാരും അമ്മമാരും ഒക്കെ പറഞ്ഞു തന്നിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്റെ ശരീരത്തിലൂടെ ഓടുന്നതും ആ ബ്ലഡ് തന്നെയല്ലേ, അപ്പൊ എങ്ങനെ ശരിയാവും ഇങ്ങനെ പതറിപ്പോയാൽ എന്ന് എനിക്ക് തോന്നിയേക്കുന്ന സമയങ്ങളെല്ലാം ഉണ്ട്. ഞാൻ അതിനെയൊക്കെ ഓവർകം ചെയ്ത്, എന്റെ പ്രോബ്ലംസിനെ എല്ലാം ഓവർകം ചെയ്ത സമയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോ പറഞ്ഞത് എന്നാന്നറിയാവോ, നമ്മളൊക്കെ നമ്മുടെ പിള്ളേർക്ക് എല്ലാം കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാറുണ്ട്. അപ്പോ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഈ ഗ്രാൻഡ് പേരൻസിന്റെ ഒക്കെ അടുത്ത് പിള്ളേരെ കുറച്ചു നേരം ഇരുത്തി അവരോട് സംസാരിക്കാൻ കുറച്ച് സമയം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അത് അവരുടെ ലൈഫില് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. ആർക്കൊന്നും പറ്റിയല്ല, പറ്റുന്നവര് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് പിള്ളേർക്ക്, നമ്മുടെ മക്കൾക്ക് വളരെ ഉപകാരമായിരിക്കും. അപ്പൊ എങ്ങനെയാ, ട്രൈ ചെയ്യുമല്ലേ? ചുമ്മാ ഒന്ന് നോക്കാനേ, വർക്കൗട്ട് ആയാലോ.